ഒളിമ്പ്യൻ PR ശ്രീജേഷിനുള്ള അവഗണന സംസ്ഥാന സർക്കാർ തുടരുന്നു എന്നതാണ്. കാരണം അനുമോദന ചടങ്ങ് റദ്ദാക്കിയത് നമ്മൾ കണ്ടിരുന്നു. അത് മുന്നറിയിപ്പ് നൽകാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ശ്രീജേഷും കുടുംബവും ഒക്കെ തലസ്ഥാനത്ത് എത്തിയതിന് പിന്നാലെയാണ് ഇത് അറിയിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിച്ചത്. എന്തായാലും ഇത് മാത്രമല്ല, ഈ ചടങ്ങ് റദ്ദാക്കിയതിൽ ഒതുങ്ങുന്നില്ല ഈ അവഗണന എന്നതാണ്. കാരണം സമ്മാനത്തുക പോലും ഇതുവരെ കൈമാറിയിട്ടില്ല. 2 കോടി രൂപ പ്രഖ്യാപിച്ച് നാട്ടുകാരുടെ കയ്യടി നേടി വാർത്തയിലും ഇടം പിടിച്ചു. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് തമിഴ്നാട് അടക്കം പാരിതോഷികം കൈമാറുകയും ചെയ്തു. കഷ്ടമാണ്. പ്രജിത് മോഹനും ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തൊരു കായിക സ്നേഹം, എന്തൊരു കായിക പ്രേമം അല്ലെ! കായിക രംഗത്തെ വളർച്ചയിലേക്ക് കുതിക്കാൻ ഇടയ്ക്കിടെ പരിപാടികൾ നടത്തി ആ വാർത്ത സൃഷ്ടിക്കുന്നു, ചിത്രം സൃഷ്ടിക്കുന്നു, ചാനലിൽ വാർത്തയാവുന്നു, കൂട്ടയോട്ടവും കൂട്ടമല്ലാതെയുള്ള ഓട്ടവും ഒക്കെ കാഴ്ചവെക്കുന്നു. ഒടുവിൽ കഷ്ടപ്പെട്ട് നാടിനായി പൊരുതി മെഡലുമായി എത്തുന്നവരോട് കാണിക്കുന്ന സമീപനം. ശരിയാണ്. കാരണം ഈ PR ശ്രീജേഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വെങ്കല മെഡൽ ജേതാവായി തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം. അങ്ങനെ ഓഗസ്റ്റ് 26-ാം തീയതി മുഖ്യമന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു വലിയ സ്വീകരണം, അതായത് ഒരു നാട് ചുറ്റുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലൊക്കെ ഒരു റാലി പോലെയൊക്കെ രീതിയിലൊക്കെ ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനമൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് വന്നിരുന്നു. എന്നാൽ പിന്നീട് വകുപ്പുകളുടെ പിടിവലിയിൽ ആരാണ് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകർ എന്ന രീതിയിലൊക്കെയുള്ള തർക്കങ്ങൾ, മന്ത്രിമാർക്കിടയിൽ തർക്കങ്ങളൊക്കെ വന്നു. അങ്ങനെ ആ പരിപാടി റദ്ദാക്കി. ശ്രീജേഷും കുടുംബവുമായി തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഈ പരിപാടി റദ്ദാക്കിയതായി അറിയുന്നത് പോലും. പിന്നീട് അത്തരമൊരു അനുമോദന ചടങ്ങ് പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതിനൊപ്പം തന്നെയാണ് വലിയ പ്രഖ്യാപനമായിരുന്നു 2 കോടി രൂപ ശ്രീജേഷിന് നൽകുമെന്നുള്ളത്. അങ്ങനെ ആ പ്രഖ്യാപനം വന്നിട്ട് ഇപ്പോൾ മാസങ്ങളായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പോലും ആ തുക നൽകുന്നതിനെ പറ്റിയുള്ള ഒരു നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അപമാനിക്കൽ തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം PR ശ്രീജേഷിനെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച താരങ്ങളിൽ ഒന്നിന്, ഹോക്കിയുടെ ഒരു അംബാസഡറായി തന്നെ മാറിയ, രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചരിത്രത്തിൽ ഇപ്പോൾ ധ്യാൻചന്ദിന്റെ ഒക്കെ ഒപ്പം ചേർത്ത് പോലും പലരും അദ്ദേഹത്തെ വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഒരു ഇതിഹാസമായി മാറിയിരിക്കുന്ന ഒരു താരത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് അത്തരം പട്ടികയിൽ ഉൾപ്പെടുത്ത താരങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തരത്തിലൊക്കെ നമ്മുടെ രാജ്യം മുഴുവൻ നോക്കിക്കാണുന്ന സ്പോർട്സ് താരങ്ങളൊന്നും അധികമൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരം നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ട് കൂടി അദ്ദേഹത്തെ ഇങ്ങനെ തുടർച്ചയായി അപമാനിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ ചെസ് ഒളിമ്പ്യാഡ് കഴിഞ്ഞ് വന്ന് താരങ്ങൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ 25 ലക്ഷം രൂപ വെച്ച് താരങ്ങൾക്ക് നൽകിയ തമിഴ്നാട് സർക്കാരിന്റെ ഒക്കെ മാതൃക നമുക്ക് മുന്നിലുണ്ട്. താരങ്ങൾക്ക് ഒളിമ്പിക്സിലും ഒക്കെ കഴിവ് തെളിയിക്കുന്ന താരങ്ങൾക്ക് കോടികൾ നൽകുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകയുണ്ട്. അതുവഴി കൂടുതൽ ഒളിമ്പിക്സ് താരങ്ങളെയും അത്രയധികം മെഡൽ ജേതാക്കളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്ന മാതൃക നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്തരമൊരു അവഗണന, ഇത്തരമൊരു തുടർച്ചയായ ഒരു താരത്തെ അപമാനിക്കുന്ന നിലപാട് എന്നിവയെല്ലാം സ്വീകരിക്കുന്നത്. ഹോക്കി പോലെയുള്ള കായിക ഇനങ്ങൾ കേരളത്തിൽ വളർന്നു വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ MS ധോണി വന്നതിന് ശേഷം ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ക്രിക്കറ്റ് താരങ്ങളൊക്കെ വലിയ രീതിയിൽ കൂടുതൽ ക്രിക്കറ്റ് താരങ്ങളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ മാറ്റത്തിനൊക്കെ വഴിവെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇതിഹാസ ജീവിതം. അതുപോലെയാണ് PR ശ്രീജേഷൻ നമുക്ക് അങ്ങനെ മാറേണ്ട ഒരു താരമാണ്. കേരളത്തിന്റെ ഓരോ തെരുവുകളിലും ഓരോ സ്ഥലങ്ങളിലും ഹോക്കി പോലെയുള്ള കായിക ഇനങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും അദ്ദേഹത്തിനെ മാതൃകയാക്കി ഒട്ടനവധി താരങ്ങൾ വളർന്നു വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പിന്തുണ, അതിനൊന്നും വേണ്ടൊരു മാതൃകാപരമായ ഇടപെടലുകൾ, പ്രോത്സാഹനങ്ങൾ ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അത് ശ്രീജേഷിനെ തുടർച്ചയായി അപമാനിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. സ്വീകരണം ഒരുക്കി നൽകാമെന്ന് പറയുന്നു, വിളിച്ചു വരുത്തുന്നു, പിന്നീട് സ്വീകരണമില്ല എന്ന് പറയുന്നു. 2 കോടി രൂപ പാരിതോഷികമായി നൽകുമെന്ന് പറയുന്നു. ഇപ്പോൾ ആ പാരിതോഷികത്തെ പറ്റിയുള്ള കേൾവി പോലുമില്ല. അങ്ങനെ തുടർച്ചയായി അദ്ദേഹത്തെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് കേരള സർക്കാർ, കേരളത്തിലെ കായിക വകുപ്പ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രദീപ്, സർക്കാരിന്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഈ അത്യാവശ്യം വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായി പതിപ്പിക്കാത്തത് എന്നുള്ള ചോദ്യം കൂടി. അതെ, സർക്കാരിന്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുന്നു എന്നാണ് അല്ലെ ചോദിച്ചു വരുന്നത്. പ്രജിത്ത്, എന്തൊക്കെയാണ് സർക്കാരിന്റെ ശ്രദ്ധ തിരിയുന്ന മേഖലകൾ? സർക്കാരിന്റെ ശ്രദ്ധ തിരിയുന്ന കാര്യങ്ങൾ വളരെ കഷ്ടമാണ്. സംസ്ഥാനത്തെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. റേഷൻ കട വ്യാപാരികൾക്ക് പോലും പണം കൊടുക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ശരി, ഇത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയ ആ നേട്ടങ്ങൾക്ക് അതിനുള്ള അംഗീകാരമൊക്കെ നൽകേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരിതമൊക്കെ പറഞ്ഞ് കൂടുതൽ കാശൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നൊക്കെ ഒപ്പിക്കാൻ നോക്കിയ ഒരു സർക്കാരാണ് നമ്മുടെ എന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകരുത്.
പക്ഷേ ശ്രീജേഷിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപമാനിച്ചതിലൊന്നും ഒരു മാപ്പ് പറച്ചിലിന് പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് 26-ാം തീയതി ഈ പ്രോഗ്രാം ക്യാൻസൽ ആകുന്ന സമയത്ത് ശ്രീജേഷിനോട്, അതായത് ശ്രീജേഷ് പറഞ്ഞതാണ് മന്ത്രി തലത്തിൽ നിന്ന് തനിക്ക് ഇങ്ങനൊരു സ്വീകരണം ഉണ്ടാകും എന്നുള്ള കാര്യം പിന്നീട് ഉറപ്പ് കിട്ടി. അധികം വൈകാതെ ആ സ്വീകരണ പരിപാടികളൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ നഷ്ടപരിഹാര തുകയും ഈ പാരിതോഷിക തുകയും ഉടൻ നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അത് ഒരു തരത്തിലുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ. ഈ അസോസിയേഷനുകൾ പോലും ഇക്കാര്യത്തിലൊന്നും ഒരു വേണ്ട നിലപാടുകളോ ഇടപെടലുകളോ നടത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഹോക്കി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആവശ്യമായ അതിന്റെ ഹോക്കിയുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ടെന്നുള്ള ചോദ്യമൊക്കെ ബാക്കി നിൽക്കുകയാണ്. ശ്രീജേഷിന്റെ ഒരു പരാമർശമൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു, ആവശ്യമായ ടർഫുകളൊക്കെ സൃഷ്ടിക്കാൻ അസോസിയേഷനും കൂടി ഇടപെടണം എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ആവശ്യമായ ഇടപെടൽ, പ്രോത്സാഹനം അതൊന്നും നമ്മുടെ നാട്ടിലെ താരങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഈ കായിക താരങ്ങളോ കൂടുതൽ ഒളിമ്പ്യന്മാരോ അല്ലെങ്കിൽ ലോകമറിയുന്ന താരങ്ങളോ ഒക്കെ എത്രത്തോളം നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനൊക്കെയുള്ള അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഉത്തരം ഇതാണ്. കാരണം കാര്യമായ പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ചില കായിക ഇനങ്ങൾക്കോ അല്ലെങ്കിൽ 1-2 കായിക ഇനങ്ങളിൽ ചില ജോലിക്കായി കിട്ടിയ ആൾക്കാർക്ക് മത്സരിച്ചു പോകേണ്ട ഒരു സാഹചര്യം, അതിനപ്പുറത്തേക്ക് നാടറിയുന്ന താരങ്ങളായി വളരാൻ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കാത്തതിന്റെ പ്രശ്നമുണ്ട്. കാരണം പല താരങ്ങളും കേരളം വിട്ട മറ്റ് സംസ്ഥാനങ്ങളിലേക്കും റെയിൽവേസിലേക്കും ഒക്കെ പോയി അവിടത്തെ താരങ്ങളായി മത്സരിച്ച് വളരേണ്ട സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നൊരു വിഷയമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കായിക രംഗത്തോടുള്ള ഒരു അവകാശം വേണമെങ്കിൽ വ്യക്തമാണ് പ്രജിത് മോഹൻ. അതായത് ധൂർത്തിന് പണമുണ്ട്, പബ്ലിസിറ്റിക്ക് പണമുണ്ട്, യാത്രകൾ നടത്താൻ, യാത്രകളുടെ പേര് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് മറുനാട്ടിൽ സംസ്ഥാനത്തിന് പുറത്ത് പരസ്യം നൽകാൻ പണമുണ്ട്, ആഡംബരത്തിൽ ക്ഷണക്കത്തുകൾ അടിക്കാൻ പണമുണ്ട്, ദുരിതാശ്വാസത്തിന് പണമില്ല, കായിക മെഡൽ ജേതാക്കൾക്ക് നൽകാൻ പണമില്ല, പെൻഷൻ നൽകാൻ പണമില്ല, ശമ്പളം നൽകാൻ പണമില്ല. നല്ല ഗംഭീര ധനകാര്യ മാനേജ്മെന്റ് ആണ്. ഇതിലെ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കാൻ നമുക്ക്.